ഹായ്, ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കനൊക്കെ മേടിക്കുന്ന ദിവസങ്ങളിൽ അതിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ഈശപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോയോളം ചിക്കൻ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു, 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. പിന്നെ 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് നെടുകെ കീറിയെടുത്തിട്ടുണ്ട്, പിന്നെ വലിയൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വലിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. 10-12 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3/4 തേങ്ങയുടെ പാലാണ് കേട്ടോ. അത് 1.5 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ആദ്യം ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അതിനായിട്ട് ഞാൻ 4 ചെറിയ പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 5 പീസ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 3 തക്കാളി എടുത്തിട്ടുണ്ട്, 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് ഇതൊന്നും വഴറ്റിയെടുക്കാമേ. പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. തേങ്ങാപ്പാൽ വേണം. പിന്നെ അല്ലാണ്ട് നമുക്ക് പൊടികളെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ചേർക്കണ കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. ഇപ്പം ദാ വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വഴഞ്ഞും കിട്ടുവേ. അതിനുശേഷം ഇത് ഉപ്പ് കൂടി പോകരുതേ. നമ്മൾ ആദ്യം ചിക്കനും ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, ഉപ്പ് അധികം കൂടി പോകരുത്. സവാളയൊക്കെ ഒന്ന് വഴഞ്ഞ് കിട്ടാനുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇപ്പം എന്താ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഉപ്പ് അധികം ആകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചിക്കനും ഉപ്പ് ചേർത്തിരുന്നു, അത് ശ്രദ്ധിച്ചോണം. ഞാനത് നോക്കിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഗരം മസാല നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആദ്യം 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2-ാം പാലിൽ കിടന്ന് വേണം ഈ ചിക്കനും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ പാല് ഒന്ന് കുറുകി വരണ വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇപ്പം എന്താ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത 2-ാം പാലൊക്കെ ഇതാ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ അരച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഗരം മസാല ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സത്യത്തിൽ ഇതിന് ഗരം മസാലയുടെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കറി അധികം തിളക്കരുത് കേട്ടോ. ഇതുപോലൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ല ആ ഒരു തിള വരണ പരുവാകുമ്പോൾ എന്നാൽ ഒന്ന് ചൂടാകുകയും വേണം.
ആ ഒരു തിള വരണ പരുവാകുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യണേ. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അങ്ങ് തിളക്കരുതേ. തിള ഇങ്ങനെ വന്ന് തുടങ്ങണേ ആ ഒരു ടൈമിൽ തന്നെ നമുക്കിതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റേജ് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ 4-5 പീസ് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചിലർ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ അത് ചെയ്യണില്ല. ഞാൻ അരച്ച് ചേർത്തിരുന്നു. അതുകൊണ്ട് ഇതിനകത്തേക്ക് വീണ്ടും വറുത്ത് ചേർക്കണില്ല. ഇതൊന്ന് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ഇളക്കി യോജിപ്പിക്കരുത്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷമേ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാവുള്ളൂ. അപ്പോഴേ ആ കടുക് വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് ആ കറിക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.